പണ്ട് ഇവിടെ വെച്ചാണ് ഈ മുതലിനെ എനിക്ക് പരിചയപ്പെട്ടതും ഞങ്ങൾ റിലേഷനിലാവുന്നതും. അതുകൊണ്ട് തന്നെ നൊസ്റ്റു പ്ലേസാണ് ഞങ്ങളുടെ. അല്ലേടാ സുജി? ഞങ്ങളുടെ ലവ് സ്റ്റോറി. അതായത് സുഗുണ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ടെർമിനൽ. ട്രിവാൻഡ്രം പഴയ ട്രിവാൻഡ്രം ഒന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞ ആഘോഷങ്ങളൊക്കെ അങ്ങ് എക്സ്ട്രീം ആയിട്ടാണ് കേട്ടോ മുക്കിനും മൂലയിലും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് വരെ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വിന്റർ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുകയാണ്. 31 വരെയാണ് കേട്ടോ വിന്റർ ഫെസ്റ്റ് നടക്കുന്നത്. ഫ്രീ എൻട്രിയാണ്, വേറെ ചാർജസ് ഒന്നുമില്ല. ആകെയുള്ളത് യൂഷ്വലി ഉള്ള എയർപോർട്ടിലെ പാർക്കിംഗ് ഫീ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ 2 വീലറിലാണ് പോയതുകൊണ്ട് 10 മിനിറ്റ്സ് ഫ്രീയും അത് കഴിഞ്ഞുള്ള 2 മണിക്കൂറത്തേക്ക് 20 രൂപയായിരുന്നു കേട്ടോ പാർക്കിംഗ്. ഞങ്ങൾ ക്രിസ്മസിന്റെ അന്ന് രാത്രിയാണ് പോയെങ്കിലും അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആരും വലുതായിട്ട് ഈ സംഭവം അറിഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആൾക്കാരെല്ലാം കനകക്കുന്നിലും ശംഖുമുഖത്തേക്കും ആണല്ലോ പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കുമില്ലായിരുന്നു. കൂടുതലും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ വന്നത്, കുട്ടികളുമായിട്ട്. ഈ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും കൂടാതെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ജ്വല്ലറീസിന്റെയും ക്ലോത്തിന്റെയും ക്രാഫ്റ്റ് ഐറ്റംസിന്റെയും വലിയ ആഡംബരം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫുഡ് കോർട്ട്സും അവൈലബിൾ ആയിരുന്നേ. ശരിക്കും പറഞ്ഞ ഒരു പ്ലേ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. കാര്യം ഒരുപാട് കുട്ടികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ പ്ലേ ഏരിയയിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും പറ്റിയ ഒരുപാട് ഗെയിംസ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്താൽ ഗിഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 1-2 പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും ഒന്നും കിട്ടിയില്ലേ. എന്താണെന്നാലും ധ്രുവിൻ്റെ ഒരു ഫേവറേറ്റ് കാർട്ടൂണാണ് പീറ്റർ റാബിറ്റ്. അപ്പോൾ അതിൻ്റെ റാബിറ്റ് എന്നും പറഞ്ഞ് അതിൻ്റെ പിറകെ പോയി കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ പുള്ളിക്കാരന് സാന്റാക്ലോസിന് ഇഷ്ടമാണെങ്കിലും പേടിയാണേ. പിന്നെ ഒരു വിധത്തിൽ ചെന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തൊന്ന് വിഷ് ചെയ്തു. പിന്നെ ഇറങ്ങാൻ നേരത്തായിരുന്നു ഞങ്ങളവിടെ മാജിക് ഷോ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാജിക് ഷോ ഒക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് പതുക്കെ സ്ഥലം കാലിയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് ഔട്ടിങ്ങിനൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരെ വിട്ടോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം.